റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ മഹാപണ്ഡിതന്മാരെ കുറിച്ചും കണ്ടും അവരുടെ ജീവചരിത്രങ്ങളും അവരുടെ ബയോഡാറ്റ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ വീഡിയോ ആദ്യം കാണുക. അതിൻ്റെ പാർട്ട് 2ആണിത്. അഥവാ സമസ്തയുടെ നായകന്മാർ. നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് സമസ്തയുടെ നേതാക്കന്മാർ, അവരുടെ ജീവചരിത്രം, അവരുമായി ബന്ധപ്പെട്ട ബയോഡാറ്റ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് സമസ്തയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന അസയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി അഥവാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ്, അദ്ദേഹത്തെക്കുറിച്ചാണ്. പേര് അസയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി. പിതാവിൻ്റെ പേര് മുഹമ്മദ് ബിനു അഹമ്മദ് ബഅലവി എന്നാണ് പിതാവിൻ്റെ പേര്. ജനനം ക്രിസ്താബ്ദം 1840 ജനനം. അറക്കൽ അലി രാജയുടെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. അറക്കൽ അലി രാജയുടെ ഉപദേഷ്ടാവായിരുന്നു. അഥവാ ഇങ്ങനെ ഇത് ബോക്സായിട്ട് ചോദിച്ചോളണമെന്നൊന്നുമില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ചോദ്യങ്ങളായിട്ട് വരാം, പൂരിപ്പിക്കാനായിട്ട് വരാം, പിന്നെ വ്യക്തമാക്കാനായിട്ട് വരാം, അല്ലെങ്കിൽ യോജിപ്പിക്കാനായിട്ടോ ബ്രാക്കറ്റ് എന്നിട്ട് അങ്ങനെ പല രൂപത്തിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിതൊരു പട്ടികയായിട്ട് പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരാം. അറക്കൽ അലി രാജയുടെ ഉപദേഷ്ടാവായിരുന്നു ആര്? അപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി അല്ലെങ്കിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്നൊക്കെ എഴുതാം. അദ്ദേഹത്തിൻ്റെ വഫാത്ത് 1932 വരക്കൽ എന്ന സ്ഥലത്ത്. അവിടെയാണ് വരക്കൽ മക്കാമിൽ, അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ ഖബർ അവിടെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അബു സഅദാത്ത് അഹമ്മദ് കോയ അശാലിയാത്തി അഥവാ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി എന്നും പറയും. അബു സഅദാത്ത്, ആ പേര് ശ്രദ്ധിക്കുക. അബു സഅദാത്ത് എന്നുള്ള പേര് കേട്ടാൽ അഹമ്മദ് കോയ ഷാലിയാത്തി എന്ന് ഓർമ്മ വരണം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അല്ലാമ ഇമാദുദ്ദീൻ അലി എന്താണ് പിതാവിൻ്റെ പേര്. പിതാവിൽ നിന്നാണ് പ്രാഥമിക പഠനമൊക്കെ നടത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദ് സയ്യിദ് അഹമ്മദ് റിള ഖാൻ, പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ്. അദ്ദേഹം ജനിച്ചത് ഹിജറ 1302 ചാലിയത്താണ് ജനിച്ചത്. ഷാലിയാത്തി എന്ന് പറഞ്ഞ ചാലിയം. ഹിജറ 1302 ജനിച്ചത്. പിന്നെ അദ്ദേഹം സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചോദ്യം വരാൻ സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി എന്ന് പറയാം. പിന്നെ ഹനഫി മദ്ഹബിൽ അവഗാഹം നേടി ഹൈദരാബാദിൽ അവിടുത്തെ രാജാവ് നിസാമുദ്ദീൻ അദ്ദേഹത്തെ മുഫ്തിയായി നിയമിച്ചു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈദരാബാദിൽ അവിടുത്തെ രാജാവ് അദ്ദേഹത്തെ മുഫ്തിയായി നിയമിച്ചു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ 100-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 100-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ആര്? ഷിഹാബുദ്ദീൻ ഷാലിയാത്തി. ചിലത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ ദാറുൽ ഇഫ്തിതാഹിൽ അസ്ഹരിയയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാറുൽ ഇഫ്തിതാഹിൽ അസ്ഹരിയയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വെല്ലൂർ ലത്തീഫിയയിൽ നിന്ന് ഉപരിപഠനം നടത്തി. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെന്നൊക്കെ പല രൂപത്തിലും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഹിജറ 1374 ചാലിയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തെക്കുറിച്ചാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പിതാവിൻ്റെ പേര് നൂറുദ്ദീൻ എന്നാണ്. നമ്മുടെ പുസ്തകത്തിലില്ല, ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഉസ്താദ്മാരെ പേര് പറയുന്നുണ്ട്. കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, അതേപോലെ അലിയുത്തൂരി. ഇങ്ങനെ 2 ഉസ്താദ്മാരെ പേര് പറയുന്നുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറിൻ്റെ ഉസ്താദ്മാർ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, അലിയുത്തൂരി. ഹിജറ 1305 ജനിക്കുന്നത്. പാങ്ങിലാണ് ജനനം. ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഹിജറ ക്രിസ്താബ്ദം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ചിലത് ക്രിസ്താബ്ദമാണ് പറയുന്നത്,
ചിലത് ഹിജറയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഹിജറ 1305 പാങ്ങിലാണ് ജനിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം, സമസ്തയുടെ ആദ്യ ഉപാധ്യക്ഷനും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്തിന് ശേഷം അധ്യക്ഷനുമായി. ഇത് പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ ചോദ്യത്തിൽ വരാറുണ്ട്. സമസ്തയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, എങ്ങനെ സമസ്തയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്തിന് ശേഷം അധ്യക്ഷനുമായിരുന്നത് ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പുറമൊക്കെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ഉത്തരം വരും. പുത്തനാശയക്കാരെ പ്രതിരോധിക്കുന്നതിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും വലിയ സേവനങ്ങൾ ചെയ്തു. ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം തുടങ്ങിയവയിൽ സജീവമായിരുന്നു. വെല്ലൂർ ലത്തീഫിയ, ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. വെല്ലൂർ ലത്തീഫിയയിലും ബാക്കിയാത്ത് സ്വാലിഹാത്തിലൊക്കെ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. ഹിജറ 1365 വഫാത്ത്. കിതാബിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കൂല, എങ്കിലും മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ നോക്കുന്നത് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാരെ കുറിച്ചാണ്. അബുൽ ഹക്ക് എന്നുള്ള പേരൊന്ന് ശ്രദ്ധിക്കുക. അബുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാണ്? ഷെയ്ഖ് അഹമ്മദ്, അതാണ് പിതാവ്. അബ്ദുൽ ബാരി മുസ്ലിയാരെ പിതാവിൻ്റെ പേര് ഷെയ്ഖ് അഹമ്മദ്. അദ്ദേഹം ഖാദിരിയ ത്വരീഖത്തിൻ്റെ ഷെയ്ഖും വലിയ പണ്ഡിതനുമായിരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ നാദാപുരം അഹമ്മദ് മുസ്ലിയാർ, അതാണ് ഒരു ഉസ്താദ്. പിന്നെ പൊന്നാനി പുത്തൻ വീട്ടിൽ അവറാൻ കുട്ടി മുസ്ലിയാർ, ഇതാണ് രണ്ടാമത്തെ ഉസ്താദ്. അങ്ങനെ 2 ഉസ്താദന്മാരെ പേര് ഇവിടെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഹിജറ 1298 വാളക്കുളം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിജറ 1298 വാളക്കുളം എന്ന സ്ഥലത്ത്. അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ ഉപരിപഠനം നേടിയിട്ടുണ്ട്. പിന്നെ വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. തൻ്റെ സ്വത്തെല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അൽ മുത്തഫരിദ്, അൽ മങ്കൂസ്, ഷഫീഉൽ മുഷഫ, സിഹാഹു ഷെയ്ഖൈൻ, ജമഉൽ ബാരി തുടങ്ങിയ കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രചിച്ച കിതാബുകൾ എന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. മുത്തഫരിദ്, അൽ മങ്കൂസ്, ഷഫീഉൽ മുഷഫ, സിഹാഹു ഷെയ്ഖൈൻ, ജമഉൽ ബാരി തുടങ്ങിയ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അൽ ബയാൻ മാസികയുടെ പത്രാധിപരുമായിരുന്നു. അൽ ബയാൻ മാസിക, ഇത് ശ്രദ്ധിക്കുക, ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. അൽ ബയാൻ മാസികയുടെ പത്രാധിപരായിരുന്നു ആര്? അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. പിന്നെ ഹിജറ 1385 അഥവാ ജുമാദൽ ഊല 2 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജറ 1385 ജുമാദൽ ഊല 2 അദ്ദേഹത്തിൻ്റെ ഖബർ വാളക്കുളത്ത് തന്നെ മസ്ജിദുൽ ബാരിയുടെ അടുത്താണ്. മസ്ജിദുൽ ബാരി, അതിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തെക്കുറിച്ചാണ്. ഇവിടെ പിതാവിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഉസ്താദുമാർ 2 പേര് പറയുന്നുണ്ട്. അഥവാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഒരു ഉസ്താദിനെ പറയുന്നു, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. പിന്നെ പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ. ഇങ്ങനെ 2 ഉസ്താദുമാരെ പേര് പറയുന്നുണ്ട്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ 2 ഉസ്താദുമാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പള്ളിപ്പുറം യൂസുഫ് മുസ്ലിയാർ. ജനനൊന്നും ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സമസ്ത സ്ഥാപകരിൽ ഒരാളായിരുന്നു മഹാൻ. എല്ലാ ഉലൂമുകളും തികഞ്ഞ അവഗാഹം. സൂഫിയും സാഹിദും സൂക്ഷ്മശാലിയുമായിരുന്നു. ഇനി ശ്രദ്ധിക്കണം, ഇത് പ്രധാനമാണ്. 1967 മുതൽ 1993 വരെ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ദർസ് നടത്തിയ കുറച്ച് കോളേജുകൾ പറയുന്നുണ്ട്. ജാമിഅ നൂരിയ, മാട്ടൂൽ, തുരുത്തി, വാഴക്കാട്, ദാറുൽ ഉലൂം, ഇവിടൊക്കെ അദ്ദേഹം 50ഓളം വർഷം ദർസ് നടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ? ജാമിഅ നൂരിയ, മാട്ടൂൽ, തുരുത്തി, പിന്നെ വാഴക്കാട് ഇവിടെ ഉണ്ട്, ദാറുൽ ഉലൂം തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ 50ഓളം വർഷം ദർസ് നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. പിന്നെ മൗലാന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളെ പേര് ഇവിടെ പറയുന്നുണ്ട്. പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട 2 ആൾക്കാരെ പേര് പറയുന്നുണ്ട്. ഒന്ന് ഷംസുൽ ഉലമ, ഒന്ന് ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, 2 കെ സ്വദഖത്തുള്ള മുസ്ലിയാർ. ഒന്ന് ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, പിന്നെ കെ സ്വദഖത്തുള്ള മുസ്ലിയാർ. ഇത് 2ഉം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഇവിടെ ഹിജറ വർഷം ക്രിസ്താബ്ദമൊന്നും പറയുന്നില്ല. വഫാത്ത് വാഴക്കാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ്.
അവിടെയാണ് വാഴക്കാടാണ് ഖബറുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ചാണ്. പിതാവിൻ്റെ പേരിവിടെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരെ 2 പേരവിടെ പറയുന്നുണ്ട്. ഒന്ന് കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ ഒരു ഉസ്താദ്, മറ്റൊന്ന് ചാലിലകത്ത് കുഞ്ഞി അഹമ്മദ് ഹാജി. ഇത് 2 ഉസ്താദുമാരാണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് ഹിജറ 1179 വെളിയങ്കോടാണ് ജനിക്കുന്നത്. സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവും പ്രമുഖ ആലിമുമായിരുന്നു. അല്ലേ, സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ പാനൂര്, വാഴക്കാട് ഈ 2 സ്ഥലങ്ങളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. പാനൂരും വാഴക്കാടും ദർസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഹിജറ 1385 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ചൊക്ലിയിൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. അവിടെയാണ് ഖബറുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ. ഷംസുൽ ഉലമയുടെ പിതാവിൻ്റെ പേര് കോയക്കുട്ടി മുസ്ലിയാർ. ഉസ്താദന്മാർ കുറച്ചധികം പേര് ഇവിടെ പറയുന്നുണ്ട്. അബ്ദുൽ ഖാദർ ഫൽഫരി, പിന്നെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് അബ്ദുർ റഹീം ഹളറത്ത്, ഷെയ്ഖ് ആദം ഹളറത്ത്, അഹമ്മദ് കോയ ഷാലിയാത്തി, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ഇങ്ങനെ കുറച്ച് ഉസ്താദന്മാരെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് ഹിജറ 1333 അഥവാ ക്രിസ്താബ്ദം 1914 ജനിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദർശ പ്രചരണത്തിനും മുബത്തദികൾ, വിഘടിതർ തുടങ്ങിയവയുടെ പ്രതിരോധിക്കുന്നതിനും ശക്തമായ നേതൃത്വം നൽകി. ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകരുടെ കള്ളത്തരങ്ങൾ തുറന്നുകാട്ടിക്കൊണ്ട് അവരുമായി സംവാദം നടത്തിയിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ 1950 അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി പറയുന്നത്. 1957 മുതൽ 1996 വഫാത്താകുന്നത് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഏകദേശം 40 വർഷമുണ്ട്. 1958 മുതൽ, ഇത് ശ്രദ്ധിക്കുക, 1958 മുതൽ 1996 അതുവരെ വഫാത്താകുന്നത് വരെ ഏകദേശം 40 കൊല്ലത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ജാമിയ നൂരിയ, ജാമിയ ദാറുസ്സലാം നന്ദി, വെല്ലൂർ, ബാക്കിയാത്ത് എന്നിവിടങ്ങളിലൊക്കെ സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സേവനം ചെയ്ത കോളേജുകളാണ് ജാമിയ നൂരിയ, ജാമിയ ദാറുസ്സലാം നന്ദി, വെല്ലൂർ, ബാക്കിയാത്ത്. ഇതിലൊക്കെ സേവനം ചെയ്തിട്ടുണ്ട്. 1996 വഫാത്ത്. വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി, വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഖബറുള്ളത്. വരക്കലിലാണ് ഖബർ. ഇനി അവസാനമായിട്ട് ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മുമ്പ് പറഞ്ഞതാണ്, പക്ഷേ അത് ഒറ്റ നോട്ടത്തിലൊന്ന് ചുരുക്കി പറയാനാണ്. മഖ്ദൂം ഒന്നാമൻ അല്ലേ, ഷെയ്ഖ് സൈനുദ്ദീൻ അബു യഹ്യ. അദ്ദേഹം രചിച്ച കിതാബുകളെ മുഴുവൻ പേര് ഇവിടെ ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. മുർഷിദ് തുല്ലാബ്, ഷംസുൽ ഹുദ, ഇർഷാദുൽ ഖാസിദീൻ, കിഫായത്തുൽ ഫറായിൽ, തസീലുൽ കാഫിയ, സിറാജുൽ ഖുലൂബ്, കിതാബുൽ അദ്കിയ, തഹരീലുൽ ഈമാൻ, കിതാബു സഫ മിനഷിഫ. ഇതൊക്കെ മഖ്ദൂം ഒന്നാമൻ്റെ കിതാബുകളാണ്. പിന്നെ അടുത്തത് മഖ്ദൂം രണ്ടാമൻ അഥവാ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം. അദ്ദേഹത്തിൻ്റെ രചനകൾ ഫത്തുഹുൽ മൊയ്ൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇഹ്കാമു ഹക്കാമിൻ നിക്കാഹ്, പിന്നെ അൽ മൻഹജുൽ വാളിഹ്, അൽ അജീബത്തുൽ അജീബ, ഇർഷാദുൽ ഇബാദ്, മുഖ്തസർ ഷറഹ് സുദൂർ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകളാണ്. പിന്നെ അടുത്തത് മൂന്നാമത്തത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഉമർ ഖാദി റളിയല്ലാഹുവിൻ്റെ കിതാബുകൾ ഏതൊക്കെയാണ്? സൊല്ലൽ ഇലാഹ്, പിന്നെ നഫായിസുദ് ദുറർ, മഖാസിദുൻ നിക്കാഹ്, ഉസൂലുൽ ദബ്ഹ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ. അടുത്തത് ഖാളി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പറയുന്നുണ്ട്. മുഹിയുദ്ദീൻ മാല, ഫത്തുഹുൽ മുബീൻ, മഖാസിദുൻ നിക്കാഹ്, ഇലൈക്കും അയ്യുഹൽ ഇഖ്വാൻ, മുൻതഖബാത്തുൽ ഫറായിദ്, പിന്നെ അദ്ദുറത്തുൽ ഫസിഹ ഫിൽ വാളി വന്നസിഹ. പിന്നെ അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ കിതാബുകൾ മുത്തഫരീദ്, മങ്കൂസ്, ഷഫീഉൽ മുഷഫഅ്, സിഹാഹു ഷെയ്ഖൈൻ, ജംഉൽ ബാരി, അൽ ബയാൻ. അത് മാസികയാണ്, ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഇനി മറ്റുള്ളവരത് കുറച്ച് കിതാബുകളും രചയിതാക്കളും പറയുന്നുണ്ട്. അഥവാ ഇമാം സുഹ്റവർദി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബോടെ റിഹ്ലത്തുൽ മുലൂക്ക് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ അലി തൊബരി അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് ഫിർദൗസുൽ ഹിക്മ. പിന്നെ മറ്റൊന്ന് സയ്യിദ് അബൂബക്കറിനുൽ ബക്കരി, ഇആനത്തു ത്വാലിബീൻ, ഷറഹ് എഴുതിയതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. പിന്നെ സർ വില്യം ലോഗൺ അദ്ദേഹത്തിൻ്റെ ഒരു മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
പിന്നെ മുഹമ്മദ് ഖാസിം, അദ്ദേഹത്തിൻ്റെ താരീഖു ഫിരിഷ്ത. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇമാം സുഹ്റവർദി രഹിലത്തുൽ മുലൂക്ക്, അലി തൊബരി ഫിർദൗസുൽ ഹിക്മ, സയ്യിദ് അബൂബക്കറിൽ ബക്കരി ഇയാനത്തു ത്വാലിബീൻ, സർ വില്യം ലോഗൻ മലബാർ മാന്നൽ, മുഹമ്മദ് ഖാസിം താരീഖു ഫിരിഷ്ത. ഇതും കൂടി കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.